നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ഇത് തുറക്കുന്നില്ലല്ലോ. അത് തുറന്നു കിടന്നതല്ലേ, അതുവഴിയല്ലേ ഇയാൾ അകത്തേക്ക് വന്ന്. പിന്നെ ഞാൻ എന്താ കള്ളം പറയാണോ? സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. പനിയുണ്ടോ? ഈ സമയത്ത് എന്താ പെട്ടെന്ന് തണുക്കാൻ? അപ്പൊ ആ പ്രണയ ട്രാക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശാലിനി, പുറമെ ചൂടൊന്നുമില്ല, ഉള്ളെരിയുന്നുണ്ട്. മെഡിസിൻസ് ഒക്കെ കഴിച്ചതല്ലേ? എടുത്തു തരാൻ ആള് വേണ്ടേ? ആളുള്ളതല്ലേ? ആഗ്രഹിക്കുന്ന ആള്. ആഗ്രഹങ്ങള് മാറിക്കൊണ്ടിരിക്കല്ലേ? ആഗ്രഹമല്ലടോ, വിഗ്രഹം. എന്റെ മനസ്സിൽ എന്നും അത് ഇയാളാ, എന്റെ ശാലിനി. അതെന്റെ മരണം വരെ. ടാബ്ലറ്റ് ആ ഡ്രോയിലുണ്ട്. മുകളിലത്തെ ടാബ്ലറ്റാ. ഇതാണോ? പിണക്കം, പരിഭവം, പ്രണയം, ഇതിന് ശക്തി കൂടും. പക്ഷെ ഇത് വർക്കൗട്ട് ആവാൻ കുറച്ച് കൂടുതൽ സമയം വേണം. പഴയ 90s മോഡൽ. അതിനിപ്പോ എന്താ ചെയ്യുക? ഇത് തന്നെ വഴി. മതി, ഇനി ആവശ്യത്തിന് സമയം കിട്ടിക്കോളും. അയ്യോ, ഫോണിൽ വിളിച്ച എന്ത് ചെയ്യും? ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയ ആരെ വിളിക്കും? വിഷ്ണുട്ടാ, ടാബ്ലറ്റ് കഴിക്ക്. അപ്പൊ സ്നേഹമുണ്ട്. ഹോസ്പിറ്റലിലെ നഴ്സുമാർക്കും. ഞാൻ പോവാ.
അത് ഇത് തുറക്കുന്നില്ലല്ലോ. അത് തുറന്നു വിടുന്നതല്ലേ, അതുവഴിയല്ലേ ഇയാൾ അകത്തേക്ക് വന്ന്. പിന്നെ ഞാൻ എന്താ കള്ളം പറയാണോ? സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. എന്ത് കാണിക്കുന്നത് മാറ്. അല്ല ഞാൻ നോക്കാം. ഇത് പൂട്ടിയിരിക്കണല്ലോ. അതല്ല ഞാനും പറഞ്ഞത്. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അല്ല എന്ത് ചെയ്യാനാ? ഫോൺ ചെയ്യാം. രോഹിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്നാ പിന്നെ ശ്യാമയുടെ നമ്പറിലേക്ക് വിളിക്കും. ശ്യാമ എങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യാനാ? എടോ, ശ്യാമ തളർന്നെടുക്കണെങ്കിൽ ഫോൺ ആക്റ്റീവ് അല്ലേ? രോഹിത്തിന്റെ ഫോൺ വല്ല ചാർജ് തീർന്ന് ഓഫ് ആയതായിരിക്കും. രോഹിത് ശ്യാമയുടെ അടുത്തുണ്ടാവില്ലേ, അപ്പൊ കോള് വരുമ്പോ അറ്റൻഡ് ചെയ്യും. അത് ശരിയാ. അതും സ്വിച്ച് ഓഫാ. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വിളിക്കായിരുന്നില്ലേ? വേറെ ആരെ വിളിക്കാനാ? പിള്ളച്ചേട്ടനും പൊന്നിയും വീട്ടിൽ പോയി. വയ്യാത്ത കാലുമായിട്ട് അച്ഛൻ മുകളിലേക്ക് പടികയറി വന്ന് റൂം തുറക്കും. ഓ, പിന്നെ ആകെയുള്ളത് സത്യാമ്മയാ. നമ്മള് രണ്ടാളും ഒരു റൂമിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ് സത്യാമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റുമോ? അതിലും ഭേദം ഈ റൂമിന്റെ ജനലിൽ കൂടി 2ാം നിലയിൽ നിന്ന് താഴെ മുറ്റത്തേക്ക് ചാടുന്നതാ. ഞാനേ ഒന്നുകൂടി നോക്കാം. അതെ, എന്തെങ്കിലും ഒരു വഴി പറയും. വേറെന്താ വഴി? ഇവിടെ കിടന്നുറങ്ങണം. ഇവിടെ കിടന്നുറങ്ങാനോ? ഇവിടെ എന്താ കടുവയുടെ മടയാണോ? അല്ല, ഇവിടെ കിടന്നുറങ്ങാന്ന് വെച്ചാ എന്താ കുഴപ്പം? അല്ല ഇതിപ്പോ ഏതാ സമയം? എന്താ? അല്ല പകലാണോ രാത്രിയാണോ? രാത്രി. ആണല്ലോ. രാത്രി സമയത്ത് സാധാരണ മനുഷ്യന്മാരെന്താ ചെയ്യാ? ഉറങ്ങും. അങ്ങനെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ എങ്ങനെ ഉറങ്ങാനാ? സാധാരണ മനുഷ്യന്മാരെങ്ങനെ ഉറങ്ങുക? അതുപോലെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണം. കിടന്നുറങ്ങാനോ? അതൊന്നും പറ്റില്ല. നിന്നുറങ്ങുന്ന മനുഷ്യന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നുറങ്ങണ്ട, എനിക്ക് ഇരുന്നുറങ്ങാൻ അറിയാം. എന്നാൽ ഇയാൾ ഇരുന്നുറങ്ങിക്കോ, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. മനുഷ്യന്റെ കാലും വേദനിച്ചിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.